My spirit shall not strive. Strive എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മുയற்சி அல்லது மலையாளத்தில் பரிശ്ரமம். ஹல்லேலூயா. அதனால போராட்டம்னா ஒரு யுத்தம்னு நினைச்சிடக்கூடாது. நான் திரும்ப இந்த மெசேஜில் வார்த்தையை நான் உபயோகப்படுத்தும் போது போராட்டம்னு தான் சொல்லுவேன். ஹல்லேலூயா. ഓക്കെ, കർത്തരുടെ ആവി എന്തെങ്കിലും മനുഷ്യരുടെ പോരാടുതൽ. അപ്പൊ ഞാൻ പോരാട്ടം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം ഒരു പരിശ്രമമാണെന്ന്. ഹല്ലേലൂയ. ഒന്ന് സഹായിക്കണം. ഹല്ലേലൂയ. അപ്പോഴേ ഇതിന്റെ ഈ മെസ്സേജിന്റെ ഹല്ലേലൂയ ഒരു പൂർണ്ണതയിലേക്ക് നിങ്ങളിലേക്ക് ശ്രമിക്കാം. കർത്താവ് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, സ്തോത്രമപ്പ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നന്ദി കർത്താവേ, സ്തോത്രമപ്പ. ജീവനും ചൈതന്യമുള്ള ഈ വചനം ഹല്ലേലൂയ തന്റെ മക്കൾക്ക് ഹല്ലേലൂയ പ്രയോജനമായി കർത്താവേ സ്തോത്രമപ്പ തന്റെ മക്കളുടെ ഹൃദയങ്ങൾ ഹൃദയത്തിന്റെ അകത്തളത്തിൽ ചെന്ന് അത് ഹല്ലേലൂയ പരിവർത്തിക്കുന്നതായി ഹല്ലേലൂയ അത് 1, 30, 100, 60 മേനിയാക വിളച്ചൽ കൊടുക്കത്തക്കവണ്ണം എൻ தேவனாகிய கர்த்தருடைய ஸ்தோத்திர கிருபை செய்யுங்கப்பா. ஆவியானுடைய ஆளுகையில மறைத்து என்னை வெளிப்படுத்துங்கப்பா. ஆண்டவரே ஸ்தோத்திரருடைய வார்த்தைகள் வெளிப்பட்டு வரட்டும். உம்முடைய ஆண்டவரே வல்லமை வெளிப்பட்டு வரட்டும். உம்முடைய ஆண்டவரே ஸ்தோத்திர கிருபை வெளிப்பட்டு வரட்டும். உம்முடைய ஆண்டவரே ஸ்தோத்திரமப்பா பிரசன்னம் வெளிப்பட்டு வரட்டும். என்னை மறைத்து பாதுகாத்து യേശുവിൻ നാമത്തിൽ അഞ്ചുങ്ങൾ നല്ല പിതാവേ, ആമേൻ. ഹല്ലേലൂയ. ഒന്നുകൂടെ വായിച്ചേ. அப்பொழுது கர்த்தர் என் ஆவி என்றென்றைக்கும் മനുഷ്യരുടെ പോരാടുവതില്ലേ, മനുഷ്യരിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ട് ഇരിക്കുകയില്ല. മൈ സ്പിരിറ്റ് ഷാൽ നോട്ട് സ്ട്രൈവ് വിത്ത് മാൻ ഫോറെവർ. ഹല്ലേലൂയ. എപ്പോഴും എന്റെ ആത്മാവ് എന്ത് ചെയ്യത്തില്ല? പോരാടത്തില്ല. ഹല്ലേലൂയ. നോഹയുടെ കാലഘട്ടത്തിൽ ഹല്ലേലൂയ ആദം മുതൽ നോഹ ജനിച്ചത് വരെ ഏകദേശം 1000 വർഷമെങ്കിലും കാണും. ഹല്ലേലൂയ. ഏതാ ஒரு உத்தேசம் ஒரு 1000-1100 வருஷங்கள் அப்படின்னு கணக்கு போடுறாங்க. நமக்கு ஒரு 1000 வருஷம் இருக்கு. ആദം മുതൽ നോഹ വരെ എത്ര വർഷമായിരുന്നു? 1600 വർഷം. ഹല്ലേലൂയ. അപ്പം ഹല്ലേലൂയ இவ்வளவு வருஷமா ஜனங்கள் கர்த்தருடைய சத்தத்திற்கு செவியை விலக்கி தன்னுடைய மனம் போன போக்கில் என்ன செஞ்சாங்க? வாழ்ந்து கொண்டிருந்தாங்க. ஹல்லேலூயா. முதலாவது தப்பு ஏதேன் தோட்டத்தில் நடந்தது. ആദ്യത്തെ ലംഘനം ഹല്ലേലൂയ മീറുതൽ ഏദെൻ തോട്ടത്തിൽ നടന്നത്. ഏദെൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. അതിനുശേഷം ഒരു വലിയ ജനസമൂഹം ഹല്ലേലൂയ വളർന്നു വന്നു. അങ്ങനെ ജനം പെരുകി. ഹല്ലേലൂയ. ജനം പെരുകി ഹല്ലേലൂയ അവരുടെ തോന്നുന്നത് പോലെ ജീവിച്ചു. ഹല്ലേലൂയ. ജനം പെരുകി അവരുടെ തോന്നുന്നത് പോലെ എന്ത് ചെയ്തു? ജീവിച്ചു. 6-ാം അധ്യായം 11-12 വാക്യങ്ങളൊന്ന് വായിച്ചേ. ഭൂമിയാണത് ദേവനുക്ക് മുൻപதாக സീർകെട്ടതായിരുന്നത് വഷളായി തീർന്നു. അല്ലേ? ഭൂമി ദൈവത്തിന് മുമ്പായി വഷളായി തീർന്നു. ഹല്ലേലൂയ. സീർകെട്ടത് ഒഴുങ്കിന്മ. ഹല്ലേലൂയ. ഒഴുങ്കിന്മയാണ് ഡിസോർഡർ ഇൻ ദ ഫോം ഓഫ് ഡിസോർഡർ. ഭൂമിയിലുള്ള സർവ്വ ജനങ്ങളും ഹല്ലേലൂയ ഒഴുങ്കിന്മയാക ഹല്ലേലൂയ വഷളായി തീർന്നു. അക്രമം കൊണ്ട് വയലൻസ് കൊണ്ട് നിറഞ്ഞിരുന്നു. ഇരുന്നത് മനുഷ്യ ജന്മമായ സകലരും ഭൂമിയിന്മേൽ തങ്ങളെ തന്നെ വഷളാക്കിക്കൊണ്ടിരുന്നു. എങ്ങനെയായിരുന്നു? തങ്ങളെ തന്നെ വഷളാക്കിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. 5-ാം വാക്യം ഒന്ന് വായിച്ചേ. അവന്റെ ഹൃദയത്തിന്റെ വിചാരവും നിരൂപങ്ങളൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്ന് യഹോവ കണ്ട് അവൻ ഹൃദയത്തെ നിனைவுகளின் தோற்றமல்ல നിത്യവും പൊല്ലാതതായി അനുസരിച്ചത് പോச்சு. ഒരിക്കലല്ല, രണ്ടല്ല. ഹല്ലേലൂയ. അതെന്താണ്? every imagination of thoughts of his heart was only evil. ഹല്ലേലൂയ. every thoughts, ഏത് ചിന്തയിലും ഏത് ഭക്ഷണം കഴിക്കുന്നതിലും അവനൊരു ഈവിൽ ചിന്തയാണ് വരുന്നത്. ഹല്ലേലൂയ. എവിടെയെങ്കിലും പുറത്തു പോകണമെങ്കിലും അവന് ഈവിൽ ചിന്തയാണ്. അവന്റെ ഇമാജിനേഷൻ ഒരിക്കലല്ല, 2 പ്രാവശ്യമല്ല, കണ്ടിന്യൂസ്ലി എവറി ഇമാജിനേഷൻ അവന്റെ നിனைவுകൾ. ഹല്ലേലൂയ. അവരുടെ നിனைவுകൾ, அவருடைய விசாரங்கள், நிரூபங்கள், அவன் சிந்தித்து செயல்பட ஆரம்பிக்கிறது எல்லாமே எப்படி இருந்ததா? ஈவில்.
പൊല്ലാதவைகளாக അല്ലേ? സ്തോത്രം. അടുത്തത് 6:1-2 வாசிங்க. மனுஷர் பூமியின் மேல் தோன்றி அவர்களுக்கு குமாரத்திகள் பிறந்தபோது தேவகுமாரர் மனுஷகுமாரத்திகளை அதிக சௌந்தரியம் உள்ளவர்கள் என்று கண்டு அவர்களுக்கு தங்களுக்கு பெண்களை immorality. Hallelujah, stotram. Immorality. Hallelujah, stotram. God's people compromising with the ungodly people. Hallelujah, stotram. ദൈവജനം അല്ലാത്തതും അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം വേറെ ഇനത്തിൽ പെട്ടതുമൊക്കെ ആയിട്ട് ഒരു കോംപ്രമൈസ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരു കോംപ്രമൈസ് ഇപ്പോൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നുണ്ടല്ലോ. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ജനങ്ങളും കോംപ്രമൈസ് ചെയ്യുന്നുണ്ടല്ലോ. എല്ലാ കാര്യത്തിലും ആത്മാവിൽ ആരാധിക്കും, എല്ലാം ചെയ്യും. പക്ഷെ ഒരു മാരേജ് എന്ന് വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിലേക്ക് പോകും. ഞാൻ അതിലേക്ക് ഒന്നും കമന്റ് ചെയ്യുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. ഒരു റിക്വസ്റ്റ് മാത്രം. ഹല്ലേലൂയ സ്തോത്രം. അറ്റ്ലീസ്റ്റ് വരനോ വധുവോ, ഹല്ലേലൂയ സ്തോത്രം, ബ്രൈഡ് ഗ്രൂമോ ബ്രൈഡോ, ഹല്ലേലൂയ സ്തോത്രം, വചനം അറിയുന്നതും പ്രാർത്ഥിക്കുന്നതുമായതുണ്ടെങ്കിൽ പിന്നത്തേതെങ്കിലും രക്ഷപ്പെടും. ഹല്ലേലൂയ സ്തോത്രം. പിന്നത്തേതെങ്കിലും രക്ഷപ്പെടും. അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം നാട്ടിലെ ഹല്ലേലൂയ സ്തോത്രം സമൂഹത്തിൽ നമ്മുടെ പേര് കളയാതിരിക്കണമെന്നോ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്ത് ദയവ് ചെയ്ത് പോകരുത്. ഒന്ന് മാത്രം ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾ ജുവൽസ് ഇടുകയോ ഇല്ലയോ whatever it is, ഹല്ലേലൂയ സ്തോത്രം, അത് എന്റെ കൺസേൺ അല്ല. ഇച്ചിരിയെങ്കിലും ദൈവവചനം അറിഞ്ഞ് പ്രാർത്ഥിപ്പാനുള്ള കഴിവുണ്ടെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, 10 മിനിറ്റ് പ്രാർത്ഥിപ്പാനുള്ള കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവഭയം അവന്റെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ദൈവഭയം അവന്റെ ഉള്ളിലുണ്ട്. വചനം അറിയുമെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, എല്ലാ വചനം കാണാപ്പാടമായിട്ട് അറിയണമെന്നല്ല, വചനം വായിക്കുന്നവനാണെങ്കിൽ, വചനത്തിന് ഇച്ചിരിയെങ്കിലും പ്രാധാന്യം കൊടുക്കുന്നവരാണെങ്കിൽ ഇപ്പൊ രക്ഷപ്പെട്ടില്ലെങ്കിലും പിന്നത്തെയെങ്കിലും രക്ഷപ്പെടും. ഹല്ലേലൂയ സ്തോത്രം. ആ അഡ്വൈസോടെ ഞാൻ അവിടെ നിർത്തുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, എന്നെ കുറിച്ച് പല കംപ്ലൈന്റും ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. എനിക്ക് ഡ്രസ്സിന് ഞാൻ വിരോധമാണ്. ഹല്ലേലൂയ സ്തോത്രം. കളറായിട്ട് ഡ്രസ്സൊക്കെ ഇട്ടുന്നു വരുന്നതിന് ഞാൻ വിരോധിയാണെന്നൊക്കെ ഹല്ലേലൂയ സ്തോത്രം കംപ്ലൈന്റ് ഒക്കെ വരുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. നേരത്തിന് നിർത്തത്തില്ല എന്നുള്ള ഒരു കംപ്ലൈന്റ് കേട്ടു. സന്തോഷമായിട്ട് ഞാൻ ഏറ്റെടുക്കുന്നു. കാരണം നിങ്ങളെല്ലാം നേരത്തിന് വരുന്നത് കൊണ്ട് ഞാൻ നേരത്തിന് നിർത്തും. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളെല്ലാം കറക്റ്റ് സമയത്തിന് വരുന്നത് കൊണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും വരും, പക്ഷെ ഞാൻ കറക്റ്റ് സമയത്തിന് നിർത്തണം. അതൊരു ഫെയർ അല്ല. ഹല്ലേലൂയ സ്തോത്രം. അതൊരു ഫെയർ ഡിസിഷൻ അല്ല. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഡ്രസ്സിന്റെ കൺസേൺ എനിക്ക് ഇത്രയേ ഉള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. മെസ്സേജ് സമയത്ത് ഇതൊന്നും പറയാൻ ഞാൻ താല്പര്യപ്പെടാത്തതാണ്. പക്ഷെ എങ്കിലും ഞാൻ പറയാണ്, ഡ്രസ്സിന്റെ ഇതില് ഞാൻ ചിന്തിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം ഒരു യൂണിഫോമിറ്റിയാണ്. അത്രയേ ഉള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. അല്ലാതെ വൈറ്റ് ആൻഡ് വൈറ്റ് ഇടണമെന്നൊന്നുമല്ല, ഒരു യൂണിഫോമിറ്റി. ഹല്ലേലൂയ സ്തോത്രം. ബഷിന്റെ ബ്രദർ കളിക്കാൻ പോകുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അവിടെ ഒരു യൂണിഫോം ഉണ്ടല്ലേ? ഹല്ലേലൂയ സ്തോത്രം. ഓഫീസിൽ ചെല്ലുമ്പോൾ അതിന് തക്കതായിട്ടുള്ള മാന്യതായിട്ടുള്ള ഒരു ഡ്രസ്സൊക്കെ നമ്മൾ ഇട്ടിട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് ചർച്ചിൽ മാത്രം അങ്ങനെ നമ്മൾ ഇല്ല? അങ്ങനെ ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് ചിലപ്പോൾ അത്യാഗ്രഹമായി പോയാൽ ഐ എം സോറി, ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം കിട്ടുന്നതെടുത്ത് ഇട്ടുകൊണ്ട് വരുന്നതല്ല ദൈവസഭ. മുൻകൂട്ടി ഒരുക്കി ഇത് എന്റെ ഡ്രസ്സ്. അപ്പൊ നാളെ ഞാൻ ചർച്ചിൽ പോകണം, ഈ സമയത്തിന് എഴുന്നേൽക്കണം, ഈ സമയത്തിന് പോകണം, ഈ ഡ്രസ്സ് ഞാൻ ഇടും എന്നുള്ള ഒരു ഒരുക്കമല്ലേ? പണ്ടത്തെ ബന്ധക്കോസ്ത് സഭയിൽ, ഇപ്പോഴും ഇച്ചിരി പഴക്കമുള്ള സഭകളിലെല്ലാം ഒരു കാത്തിരിപ്പ് യോഗമുണ്ട് അല്ലേ? ശനിക്കിഴമ നൈറ്റ് ഒരു കാത്തിരിപ്പ് കൂട്ടമുണ്ട്. அந்த കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ സ്തോത്രം പിറ്റേ ദിവസം ആ ദൈവദാസൻ പ്രസംഗിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഇച്ചിരി കൂടെ ബലപ്പെട്ട്. കാരണം ദൈവമക്കളെല്ലാം അന്ന് എന്ത് ചെയ്തു? ഈ പ്രസംഗത്തിற்காக இப்ப நான் பிரசங்கம் பண்ணிக்கொண்டிருக்க இந்த பிரசங்கத்திற்காக தெய்வ ஜனங்கள் எல்லாம் என்ன செஞ்சாங்க? ஜெபித்தாங்க. நம்ம தெய்வ ஜனங்கள் எல்லாம் கர்த்தர்களை ஆசீர்வதிப்பாராக. ஓகே, இப்படி நோவாவின் காலத்தில் இருந்த ஜனங்கள் யாவும் பாவம் அக்கிரமம் கூடி വന്നു. ദൈവം ഹല്ലേലൂയ സ്തോത്രം ഇവരെയൊക്കെ എന്ത് ചെയ്തു? പോരാടി സ്ട്രൈവ് ചെയ്ത് മുയற்சி பண்ணி പരിശ്രമിച്ച് ദൈവത്തിന് എന്ത് ചെയ്തു? ഒരു സമയം വന്നപ്പോൾ ദൈവത്തിന്റെ മനസ്സ് തന്നെ മടുത്തുപോയി. ഹല്ലേലൂയ സ്തോത്രം. മടുത്തുപോയി. അപ്പോഴാണ് ദൈവം പറയുന്നത്, ഹല്ലേലൂയ സ്തോത്രം, 5:6-7 വാസിക്കുക. മനസ്താപപ്പെട്ട. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ചിലപ്പോഴൊക്കെ മനസ്താപപ്പെടുന്നത് പോലെ യഹോവയാം ദൈവം ഭൂമിയിലെ മനുഷ്യനെ ഉണ്ടാക്കിയതിനെ ഓർത്ത് മനസ്താപിച്ചു അല്ലേ? മലയാളത്തിൽ എന്താണ്? അനുതപിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഈ അനുതാപം കൊണ്ട് ഉടനെ നശിപ്പിച്ചില്ല.
നശിപ്പിക്കുവാൻ വേണ്ടി ചിന്തിച്ചു. പക്ഷേ എങ്കിലും ഒരുവനെ ദൈവത്തിന് കിട്ടി, നോഹ. யாரை கிடைச்சது? நோவா கிடைத்தாரு. நோவா என்ன செஞ்சாரு? நீதிமானாய நோவா நீதியை பிரசங்கித்தார். பிரசங்கித்தாரா? பிரசங்கிച്ചു. 2 Peter chapter 2 verse 5. நீதியை பிரசங்கித்தவனாகிய நோவாவும் அவனுடைய மனைவியும் 3 குமாரர்களும் அவருடைய மனைவிமார்களுமாக மொத்தம் எத்தனை? 8 பேர் மட்டும் பேழையில் என்ன செஞ்சாங்க? பெட்டகத்தினுള്ളിൽ കയറി. 8 പേർ മാത്രം വിടുവിക്കപ്പെട്ടു. ബാക്കി എല്ലാവരും എന്ത് ചെയ്തു? ജലപ്രളയം കൊണ്ട് ദൈവം ഹല്ലേലൂയ സ്തോത്രം. ഇനി ആദം കാരണം എന്ത് ചെയ്തു? തോട്ടത്തിൽ നിന്ന്, ആദമും ഹവ്വയും കാരണം തോട്ടത്തിൽ നിന്ന് പുറത്തായി. ഈ നോഹയുടെ കാലത്തിൽ ജീവിച്ച ജനം കാരണം നമ്മുടെ ആയുസ് എന്ത് ചെയ്തു? ദൈവം കുറച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഇങ്ങനെ പലപ്പോഴായിട്ട് ഓരോ തെറ്റുകളും ചെയ്ത് വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഓരോ പണിഷ്മെന്റ് ആയിട്ട് ആദ്യം തോട്ടത്തിൽ നിന്നും പുറത്തായി. അടുത്തത് എന്തായി? ആയുഷ് നാட்கள் 120 என்று. இப்ப நம்ம செய்தியின் ஆரம்பத்துல கேட்டோம், நோவா எத்தனை வயசு ஜீவிச்சார்? 600 வயசு. வேதத்திலே அதிகமாக வாழ்ந்த ஒரு மனுஷனுடைய பேர் என்ன? எத்தனை வருஷம்? 969 வருடம் ஜீவித்திருந்த மெத்துசலா என்கிறவர் அதிகமாக வாழ்ந்த ஒரு மனிதர். அது வந்து கிஸ் क्वेश्चन. ஹல்லேலூயா ஸ்தோத்திரம். அப்ப தேவன் என்ன சொல்கிறார்? ദൈവം എന്താണ് പറയുന്നത്? ഞാൻ പോരാടി എനിക്ക് സഹിക്കട്ട്, ഇനി സഹിക്കാൻ ഇനിയില്ല, ബാക്കിയില്ല. ഞാൻ സഹിത്തേ. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ സഹിത്ത് ഇനി സഹിക്കട്ട്. ഹല്ലേലൂയ സ്തോത്രം. എല്ലാറ്റെയും എന്ത് ചെയ്തു? ഞാൻ ഇവനെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? നമ്മുടെ സായം. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ സാദൃശ്യത്തിലും, ഹല്ലേലൂയ സ്തോത്രം, സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മുടെ தேவனுடைய சாயல் நமது. இட்ஸ் a plural. ஹல்லேலூயா ஸ்தோத்திரம். பிதா குமாரன் பரிசுத்த ஆவியானுடைய சாயல்ல நம்மை படைத்திருக்கிறார். ஹல்லேலூயா ஸ்தோத்திரம். சாயல்ல நம்மை படைத்திருக்கிறார். எங்கிலும் இவர் എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ സ്തോത്രം. നമ്മെ വിട്ട് അകன்று പോയി. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഇനി ഞാൻ പോരാടുവதில்லை, ഇനി ഞാൻ മുയற்சி செய்வதில்லை, ഇനി ഞാൻ പരിശ്രമിക്കുകയില്ല എന്ന് പറയുമ്പോൾ അതിന്റെ ആഴമായ ഒരു ചിന്തയാണ് നിങ്ങൾക്ക് ഞാൻ ഇടാനുള്ളത്. ഹല്ലേലൂയ സ്തോത്രം. ഒരു ആഴമായ ഒരു ചിന്ത. ഇനി ഞാൻ പോരാടുവதில்லை എന്ന് சொல்லும்போது அவர் என்ன சொல்ல வருகிறார்? I will not involve anymore in your life. ഹല്ലേലൂയ സ്തോത്രം. ചില അപ്പന്മാരും മക്കളെ അങ്ങനെ പറയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ഇനി നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. അതുപോലെ ദൈവം പറയുന്നു, ഇനി ഞാൻ I will not involve anymore. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഇനി ഉൻ വിഷയത്തിലെ തലയിടുവதில்லை. നിന്റെ വിഷയത്തിൽ ഇനി എനിക്ക് കാര്യമൊന്നുമില്ല. നിന്റെ വിഷയം നീ നോക്ക്. ഞാൻ ഹല്ലേലൂയ സ്തോത്രം ഇതുവരെ പരിശ്രമിച്ചു, ഇതുവരെ ഞാൻ പോരാടി, ഇതുവരെ ഞാൻ സ്ട്രൈവ് ചെയ്തു, ഇനി എനിക്ക് പറ്റത്തില്ല, ഞാൻ സഹിക്കട്ടു. ഹല്ലേലൂയ സ്തോത്രം എന്ന് പറയുന്നത് ആരാണ് പറയുന്നത്? അപ്പുറത്തെ വീട്ടിലെ അച്ചായനല്ല, ഉങ്ക ഭൂമിയിലെ അപ്പനല്ല. யாரோட சொல்கிறது? யெகோவாயாம் தெய்வம். மகா கருணையுள்ள, இரக்கமுள்ள, നീടിയ സാന്തമുള്ള, ഹല്ലേലൂയ സ്തോത്രം, അനർത്ഥത്തെ കുറിച്ച്, തീങ്ങിற்கு മനസ്താപപ്പെടുക, അനർത്ഥത്തെ കുറിച്ച് അനുതപിക്കുന്ന ദൈവം പറയുന്നു, ഇനി ഞാൻ നിങ്ങളോട് എന്തില്ല? ഒരു ഇൻവോൾവ്മെന്റും ഇല്ല. ദൈവം അങ്ങനെ നമ്മളോട് ഒരു ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ നമ്മുടെ ഗതി എന്തായി തീരും? അവരുടെ ഗതിയായി തീരും. ആരുടെ ഗതി? നോഹയുടെ കാലത്തിൽ ജലപ്രളയത്തിനാലെ നിഗ്രഹാരം പണ്ണപ്പെട്ട അവരുടെ നിലയ്ക്ക് നാം என்ன செஞ்சிருக்கோம்? தள்ளப்பட்டு விடுவோம். I will not involve in your life. I no longer collaborate. அப்படினா நான் உன்னோடு கூட இணைந்து செயல்பட மாட்டேன். ஹல்லேலூயா ஸ்தோத்திரம். നിന്റെ കൂടെ ചേർന്ന് ഞാൻ പ്രവർത്തിക്കത്തില്ല. I will not involve. ഹല്ലേലൂയ സ്തോത്രം. நான் உன் காரியத்தின் மேல் விஷயத்தின் மேல தலையிட மாட்டேன். ഹല്ലേലൂയ സ്തോത്രം. நான் இணைந்து செயல்பட மாட்டேன். ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഇനി നിന്റെ കൂടെ ചേർന്ന് നിന്ന് എന്ത് ചെയ്യത്തില്ല? പ്രവർത്തിക്കത്തില്ല. നീ ഒറ്റയ്ക്ക് പ്രവർത്തിച്ചോ. ഹല്ലേലൂയ സ്തോത്രം. I will not disturb you anymore. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ என்ன செய்ய மாட்டேன்? தொந்தரவு பண்ண மாட்டேன். ഹല്ലേലൂയ സ്തോത്രം. I will not disturb anymore. ഹല്ലേലൂയ സ്തോത്രം. ഇനി ഞാൻ നിനക്ക് ഫോൺ വിളിക്കത്തില്ല. ഇനി ഞാൻ നിനക്ക് നിന്റെ വീട്ടിലേക്ക് ഞാൻ കടന്നു വരത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ വഴി എന്റെ വഴി വേറെ. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ യഹോവയാം ദൈവം പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. സ്കൂളിലൊക്കെ നമ്മൾ കാണത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ആദ്യമായിട്ട് സ്കൂൾ തുടങ്ങുമ്പോൾ പുതിയ ടീച്ചർ എല്ലാവരുടെ അടുത്തും ക്വസ്റ്റ്യൻ ചോദിക്കും, പഠിക്കാൻ പറയും, വായിക്കാൻ പറയും, എല്ലാം പറയും. ഒരു മാസം 2 മാസം പോകുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും
ഈ സാധനങ്ങളൊക്കെയും എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. അപ്പൊ എന്ത് ചെയ്യും? അവര് പുറകെ ബാക്ക് ബെഞ്ചിൽ നിന്ന് മാത്രമല്ല, ഏത് ബെഞ്ചിലിരുന്നാലും അവരെന്ത് ചെയ്യത്തില്ല, അവര് ഓക്കെ, കാരണം അവരുടെ ഉള്ള സ്വൈര്യം എന്ത് ചെയ്യും, പോകും. ഉള്ള സമാധാനം കളയാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാണ്. അപ്പൊ അതുകൊണ്ട് ആരൊക്കെയാണ് ടീച്ചർ ഇവിടെ ഇരിക്കുന്നുണ്ട്, അപ്പൊ ചിരിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് പേരുണ്ട്, അല്ലേ സുധർ? അങ്ങനെയൊക്കെ കുറച്ച് പേര് ഉണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? അവര് ഇനി നമുക്കുമായിട്ട് എന്തല്ല, ചുമ്മാ നിങ്ങൾ വരുന്നു, സ്കൂളിൽ വരുന്നു, നിങ്ങളായിട്ട് നിങ്ങൾ പഠിക്കുക, നിങ്ങളായിട്ട് നിങ്ങൾ പോകുക. There is no involvement with the teacher. ഹല്ലേലൂയ. അങ്ങനെ ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ ഹല്ലേലൂയ അവസാനം നമുക്ക് അറിയുവാൻ കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. இப்போ கடந்த ஒரு வருஷமா ஹல்லேலூயா நான் போராடிட்டே இருக்கேன். ஹல்லேலூயா. நான் போராடிட்டே இருக்கேன். ஹல்லேலூயா. இனி எത്ര കാലം ഈ പോരാട്ടം തുടരുമെന്ന് എനിക്ക് അറിയില്ല. ഹല്ലേലൂയ. എത്ര കാലം ഈ പോരാട്ടം എനിക്ക് തുടരുമെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. ஒழுக்கமின்மையினால இருந்தாங்க. என்ன செஞ்சாங்க? ஒழுக்கமின்மையாக இருந்தாங்க. எங்க? நோவா நம்ம ஒழுக்கமின்மையாக இருந்தா அடுத்த லெவலுக்கு என்ன செய்ய முடியாது, போக முடியாது. நான் வருகிறேன். அப்ப கர்த்தர் உங்களோடு ഹല്ലേലൂയ പോരാടുகிறார் என்றால், ദൈവം നിങ്ങളോട് പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ, സ്ട്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളെ നശിപ്പിക്കുവാനല്ല, എന്തിനാണ്? നിങ്ങളെ ഹല്ലേലൂയ നിങ്ങളുടെ നാശത്തിൽ നിന്നും പുറത്തെടുക്കുവാൻ வேண்டிட்டாണ്. ஹல்லேலூயா. அழிவிற்கு உங்களை மீட்டு பாதுகாக்க தான் ஆண்டவர் என்ன செய்கிறார்? நம்மளோடு கூட போராடுகிறார். நம்மோடு கூட எதற்காக போராடுகிறார்? ஹல்லேலூயா. எதற்காக போராடுகிறார்? யாரையும் காண்பிப்பதற்காக அல்ல. ஹல்லேலூயா. அழிவிலிருந்து மீட்டுக் கொள்ளத்தக்கவனும் நம்மோடு கூட போராடுகிறார். ஹல்லேலூயா. போராடுகிறார். ஹல்லேலூயா. எக்லேசியஸ் 3:11 வாசிங்க. சபா பிரசங்கி 3ஆம் அதிகாரம் 11ஆம் வசனம். அவர் சகலத்தை அதனதின் காலத்தில் நேர்த்தியாக செய்திருக்கிறார். ஆமென். அவர் சகலத்தையும் அதனதின் காலத்திலே நேர்த்தியாக செய்திருக்கிறார். ഹല്ലേലൂയ. ഇതിൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായി? ഒന്ന് മലയാളത്തിൽ ഒന്ന് വായിച്ചേ. അതതിന്റെ സമയത്ത്. അതതിന്റെ സമയത്ത്. നിങ്ങളുടെ സമയത്തല്ല. ആര്? എന്റെ സമയത്തല്ല. എന്റെ സമയത്തില്ല, ദൈവത്തിന്റെ സമയത്ത്. ദൈവത്തിന്റെ സമയത്ത്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഇന്നത്തെ ആരാധനയിൽ ദൈവം ചിലപ്പം ആദ്യത്തെ 5 മിനിറ്റ് ആയിരിക്കും നിങ്ങളോട് പ്രവർത്തിക്കേണ്ട സമയം. ആദ്യത്തെ 5 മിനിറ്റ് ആയിരിക്കും ദൈവം നിങ്ങളോട് പ്രവർത്തിക്കേണ്ട, செயல்பட വേണ്ടിയ സമയം, പേസ വേണ്ടിയ സമയം. ആ സമയം നിങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ എങ്ങനെ ദൈവത്തിന് നിങ്ങളോട് കൂടെ ഇടപെടുവാൻ കഴിയും? മനസ്സിലായോ? ഹല്ലേലൂയ. പുരിതാ ഫസ്റ്റ് 5 മിനിറ്റ്സ് ഹല്ലേലൂയ ദൈവത്തോട് ആരാധന ആരംഭിച്ച സമയം. ദൈവം ചിലപ്പോൾ പറയുന്ന ഒരു വാക്കായിരിക്കും, പാടുന്ന ഒരു പാട്ടിന്റെ ഒരു ചരണമായിരിക്കും നിങ്ങളെ തൊടേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ വരേണ്ടത്, നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത്, നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കേണ്ടത്. അത് നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലല്ലേ ഏറ്റെടുക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഇല്ലെങ്കിൽ ലഭിക്കൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം എനിക്ക് ഹല്ലേലൂയ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നു, ദൈവം ഇതുവരെ നിങ്ങളെ പോരാടുന്നതേ വിട്ടിട്ടില്ല. ഹല്ലേലൂയ. നിങ്ങളെ இடத்துல போராடுகிறத இதுவரைக்கும் என்ன செய்யல, விடல. இன்றைக்கும் உங்களோடு கூட போராடி கொண்டு இருக்கிறனால தான் அவர் திரும்ப இந்த வார்த்தை என்ன செய்கிறாரு, பேசுகிறார். ஹல்லேலூயா. இன்னும் നിങ്ങളോട് കൂടെ ഹല്ലേലൂയ മുയற்சி செய்து கொண்டிருக்கிறார். ஹல்லேலூயா. I want to involve in your life. ஹல்லேலூயா. நான் உன்னோடு கூட இணைந்து செயல்பட வேண்டும். ஹல்லேலூயா. நான் உன்னை தொந்தரவு பண்ணியாவது, உன்னை எப்படியாவது ஹல்லேலூயா உன் அழிவுக்கு, ஹல்லேலூயா நீ போகிற அழிவின் பாதையிலிருந்து உன்னை நான் என்ன செய்யணும், மீட்டுக் கொள்ளணும். ஹல்லேலூயா. I want to involve in your life. ஹல்லேலூயா. அதற்காக நம்மை ஒப்பு கொடுக்க முடியுமா? ஹல்லேலூயா. யாரெல்லாம் ஹல்லேலூயா தேவனுடைய ஆசீர்வாதத்தை பெற்றுக்கொள்ள முடியும்? யாரெல்லாம் சுதந்திரித்துக் கொள்ள முடியும்? ஹல்லேலூயா. யாரெல்லாம் சுதந்திரித்துக் கொள்ள முடியும்? அவர் போராடும் பொழுது யாரெல்லாம் சுதந்திரித்துக் கொள்ள முடியும்னா, ஹல்லேலூயா, who will inherit the blessings? ஹல்லேலூயா. when he is tried. ஹல்லேலூயா. தெய்வம் நம்மளோடு போராடும்போது, தேவன் நம்மோடு கூட போராடும் போது யாரெல்லாம் சுதந்திரத்தை பெற்றுக்கொள்ள முடியும்னா, ஃபர்ஸ்ட் விட்டு கொடுக்கிறவர்கள் சுதந்திரித்துக் கொள்வார்கள். ஹல்லேலூயா. നമ്മെ തന്നെ വിട്ടു കൊടുത്താൽ, ഹല്ലേലൂയ, എന്റെ പേരിൽ കുറവുണ്ട്, തൻ പാപങ്ങളെ മറയ്ക്കുന്നവൻ
வாழ்வடைய மாட்டான். அதனை அறிக்கை செய்து விட்டு விடுகிறவனோ தேவனிடத்தில் என்ன பெறுவானா? இரக்கம் பெறுவானா. വാട്ട് ഈസ് இரக்கம்? എന്താണ് mercy? ഹല്ലേലൂയ. വരുവാനിരിക്കുന്ന ദൈവത്തിന്റെ കോപത്തിന് ഹല്ലേലൂയ അവൻ എന്ത് ചെയ്യും? മാറ്റും. ഹല്ലേലൂയ. വര இருக்கிற தண்டனையில் இருந்து தன்னை தப்பு வைத்துக் கொள்வார். அதான் mercy. ஹல்லேலூயா. இரக்கம். ஹல்லேலூயா. அப்போ நம்முடைய பிடிவாதம், நம்முடைய வரட்டுக்கு வரும் சிலரெல்லாம் இருப்பாங்க தெரியுமா? உலகமே ரெண்டானாலும் இயேசுவே ஹல்லேலூயா மேகத்துல வந்து நின்றாலும் நான் என்ன செய்ய மாட்டேன்? மூழ்கி ஞானஸ்நானம் எடுக்க மாட்டேன். நான் வந்து என்ன செய்ய மாட்டேன்? ஹல்லேலூயா தேவ சபையில சேர்க்க மாட்டேன். ஏன்னா பெந்தெக்கோஸ்துனா அவமானம். ஹல்லேலூயா. பெந்தெக்கோஸ்துனா அவமானம். ஹல்லேலூயா. உலகமே அழிந்தாலும் ஹல்லேலூயா என்னதான் நடந்தாலும் நான் இப்படிதான் இருப்பேன். ஹல்லேலூயா. உங்க பிடிவாதத்தை விடலைன்னா ஆண்டவர் என்ன செய்யறாரா? உங்க பிடிவாதத்தை விடலைன்னா, இது ஒரு எக்ஸாம்பிள் சொன்னது, வேற என்னென்ன பிடிவாதங்கள் உங்களுடைய வாழ்க்கையில் இருக்குதோ அது നിങ്ങൾ വിട്ടില്ലെങ്കിൽ ദൈവം എന്ത് ചെയ്യും? ഇനി എന്നേക്കും നിങ്ങളോട് കൂടെ പോരാടുന്നില്ല. ഹല്ലേലൂയ. ശരി. அப்ப தொடர்ந்து உங்க வாழ்க்கையில നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പോരാടുവാൻ എന്ത് ചെയ്യണം? അനുവദിച്ചു കൊടുക്കണം. അങ്ങനെ അനുവദിച്ചു കൊടുക്കുമെങ്കിൽ ഹല്ലേലൂയ ചില സംഭവങ്ങളൊക്കെ സംഭവിക്കും. ഒരു 3 കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞുവിടാം. ഹല്ലേലൂയ. ചില സംഭവങ്ങൾ ഹല്ലേലൂയ ഏത് സാഹചര്യത്തിലും നിങ്ങളെ ഉണർത്തും. ഹല്ലേലൂയ. നിങ്ങളെ ഉണർത്തും. കാരണം നമ്മൾ ഉണർന്നിരുന്നൊന്നും എപ്പോഴും ഒന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നില്ല. എപ്പോഴും ഹല്ലേലൂയ നമ്മൾ ദൈവത്തിന്റെ കൂടെ ഇരിക്കുന്നില്ല. അപ്പൊ ചില സാഹചര്യത്തിൽ ഹല്ലേലൂയ ചില സൂழ்நிலையில ஆண்டவர் என்ன செய்வாரா? உங்களை உணர்த்துவார். ஹல்லேலூயா. 2 சில சூழ்நிலைகளில சில சாகஜத்தில் தெய்வம் சேர்ந்து பிரவர்த்திக்கும். ஹல்லேலூயா. இணைந்து செயல்படுவார். சில சூழ்நிலையில கர்த்தர் உங்களை தப்புவிப்பார். ஹல்லேலூயா. ஸ்தோத்திரம். இந்த 3 காரியங்களையும் வேகமாக 15 மினிட்ல சொல்லி முடிச்சிரேன். கர்த்தர் உங்களை ஆசீர்வதிப்பாராக. ஹல்லேலூயா. നിങ്ങൾ അനുവദിച്ചാൽ, ഹല്ലേലൂയ, if you permit, ഹല്ലേലൂയ, if you permit, ஹல்லேலூயா, நீங்க பெர்மிட் பண்ணா, தொந்தரவு பண்ண நீங்க அனுமதிச்சா. தொந்தரவு எப்படி பண்ணுவார் தெரியுமா? நம்ம ஒரு ஆளை வந்து ஃபோன் பண்ணிட்டே இருக்கோம், அவங்க சலிச்சு அவங்க ஃபோன் எடுக்காம, அவங்க வந்து ஹல்லேலூயா ரிப்ளை பண்ணாம 1 2 3 அப்படி போகும்போது நம்ம திருப்பி என்ன செய்ய மாட்டோம்? ഫോൺ ചെയ്യത്തില്ല. ഹല്ലേലൂയ. അപ്പൊ ദൈവം ഹല്ലേലൂയ ഇങ്ങനെ വാതിൽക്കൽ നിന്ന് തട്ടി 1 ദിവസം 2 ദിവസം 3 ദിവസം പിന്നെ ദൈവം എന്ത് ചെയ്യത്തില്ല? നമ്മുടെ വാതിൽക്കൽ വരത്തില്ല. അതുപോലെ നിങ്ങൾ അനുവദിച്ചാൽ, ഹല്ലേലൂയ, നീങ്ക അനുമതിത്താൽ, നിങ്ങൾ പെർമിറ്റ് ചെയ്യുവാണെങ്കിൽ I will do something. ഹല്ലേലൂയ. 1 ഹല്ലേലൂയ. 1 രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായം. 1 രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായം. നമുക്ക് എല്ലാവർക്കും ഒരു സ്ത്രീയെ കുറിച്ച് അറിയാം, ബത്സേബ. ഹല്ലേലൂയ. ഒരു സ്ത്രീയെ കുറിച്ച് അറിയാവോ? സ്ത്രീയെ കുറിച്ച് ആരാണ്? ബത്സേബ. ബത്സേബ ആര്? உரியாவின் மனைவியாக இருந்தவள் இப்பொழுது தாவீதுக்கு மனைவியாக மரித்திருக்கிறாள். ஹல்லேலூயா. ஸ்தோத்திரம். அப்போ யார் பத்சேபா? ஒரு காலத்துல உரியாவின் மனைவியாக, அதாவது லாயல் சர்வெண்ட் ஆஃப் டேவிட், அவனுடைய மிகவும் ஹல்லேலூயா நம்ப தகுந்த ஒரு நம்பிக்கைக்குரிய நல்ல ஹல்லேலூயா மரியாதைக்குரிய ஒரு உரியா என்கிற ஒரு ஹல்லேலூயா படையாளியுடைய சர்வெண்டுடைய மனைவி தான் யாரு? பத்சேபா. பத்சேபா ஹல்லேலூயா தாவீது வாழ்க்கையில் செய்த மிகப்பெரிய ஒரு தவறு. ஹல்லேலூயா. அந்த தவறுக்கு தாவீது தண்டனை எல்லாம் பெற்றுக்கொண்டா. இப்போ நம்ம சப்ஜெக்ட் வந்து இப்போ பத்சேபா யாரான? தாவீதுடைய மனைவி. இப்ப பத்சேபாவுக்கு ஒரு மகன் இருக்கிறான். அந்த பேர் என்ன? அந்த பேர் എന്താണ്? ஷலமோன். ஹல்லேலூயா. ஷலமோன் ആരാണ്? பத்சேபாയുടെ മകനാണ്. ഹല്ലേലൂയ. ബത്സേബയുടെ മകനാണ്. ഹല്ലേലൂയ. അപ്പോ ഈ ബത്സേബയെ ദ്രോഹിച്ചു, അല്ലേ? ദ്രോഹിച്ചു. ദാവീദ് ദ്രോഹം ചെയ്തിട്ട് തനിക്ക് ആദ്യം ജനിച്ച ആ കുഞ്ഞിനെ ദൈവം എന്ത് ചെയ്തു? ദൈവം ഹല്ലേലൂയ ആ കുഞ്ഞ് മരിച്ചു. കാരണം ദൈവം കൊടുത്ത ഒരു പണിഷ്മെന്റ് ആണ്. എന്ത് ചെയ്തു? ആ കുഞ്ഞ് മരിച്ചു. രണ്ടാമത് ജനിച്ച മകനാണ് ആര്? ഷലമോൻ. അപ്പം ദാവീദ് ചെയ്ത തെറ്റിനൊരു പ്രായശ്ചിത്തമായിട്ട്, ചെയ്ത തവർക്ക് ഒരു പരിഹാരமாக അവൻ ഒരു വാർത്തയെ ചൊല്ലുവാൻ. என்ன சொல்லுவா தெரியுமா? എന്റെ കാലാവധി കഴിഞ്ഞാൽ, എന്റെ കാലത്തിന് ശേഷം നിന്റെ മകനായ ശലോമോൻ എന്റെ സിംഹാസനത്തിൽ ഇരിക്കും. അതാണ് അവന് കൊടുത്ത ഒരു വാക്ക്. പക്ഷേ ബത്സേബ ഇതൊക്കെ മറന്നു. ഹല്ലേലൂയ. ഇതൊക്കെ എന്ത് ചെയ്തു?
മറന്നു, അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം உணர்த்தப்படாதிருந்தது. உணர்த்தப்படல. ஹல்லேலூயா ஸ்தோத்திரம். இப்பதான் ஒருவன் வருகிறான், அதோனியா என்கிற ஒருவன், தாவீதுடைய ஒருவன் வருகிறான். அவன் ராஜாவாவதற்கு അവൻ ആട്കളെല്ലാം സമ്പാദിത്താൻ. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ ഒരുത്തനെ സംസാരിച്ചല്ലോ ഇതുപോലെ. അവൻ രാജാവാക 50 പേരെ സമ്പാദിത്താൻ ചൊല്ലി. അബ്സലോം. ഹല്ലേലൂയ സ്തോത്രം. അബ്സലോം ഇല്ല. ഹല്ലേലൂയ സ്തോത്രം. അബ്സലോം. ഓക്കേ. ഹല്ലേലൂയ സ്തോത്രം. அப்போ ஹல்லேலூயா ஸ்தோத்திரம். இவன் ராஜாவாக அதோனியா என்ன செய்கிறான்? அவன் ட்ரை பண்ணும் பொழுது ஆண்டவருடைய நீதி தாவீது, ஹல்லேலூயா ஸ்தோத்திரம், ஷலமோன், ஹல்லேலூயா ஸ்தோத்திரம், ஷலமோன் അടുത്ത ന്യായാസനത്തിൽ അരിയാസനത്തിൽ ആര് ഉட்காரணும்? ശലോമോൻ തന്നെ അടുത്ത രാജാവായി തീരണം എന്ന് ദൈവത്തിന്റെയും കൂടെ ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോ അദോനിയ രാജാവാകാൻ ശ്രമിക്കുന്നു. ആ ശ്രമത്തിന്റെ ഇടയ്ക്ക് ദൈവം പോരാടുന്നത് കൊണ്ട്, ദൈവം അവരുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് ഒരു പ്രവാചകൻ മുഖാന്തരം ഈ ഹല്ലേലൂയ സ്തോത്രം വർത്തമാനം ബത്സേബയുടെ അടുത്ത് അറിയിക്കുവാൻ ഇടയായി തീർന്നു. മനസ്സിലായോ? ഹല്ലേലൂയ സ്തോത്രം. ஒரு தீர்க்கதரிசி மூலமாக இந்த காரியத்தை உன் மகன் ராஜாவாக வேண்டிய இடத்துல ஹல்லேலூயா ஸ்தோத்திரம் அதோனியா ராஜாவாக செயல்பட்டு கொண்டிருக்கிறான் என்று ஹல்லேலூயா ஸ்தோத்திரம் நீ அறியாமல் இருக்கிறது என்ன என்று நாத்தான் என்கிற தீர்க்கதரிசி പ്രവാചകൻ വന്ന് പറയുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇത് പറഞ്ഞപ്പോൾ ഈ ബത്സേബ, ഹല്ലേലൂയ സ്തോത്രം, ഇവൻ ഒരു ആലോചകനാണ്. ഈ പ്രവാചകൻ ആലോചിച്ച് പറയുന്നു, നീ രാജാവിന്റെ അടുത്ത് പോ, ഈ കാര്യത്തെ നീ അറിയിക്കുക. കാരണം രാജാവ് മികുന്ന വൃദ്ധനായിട്ട്, ഹല്ലേലൂയ സ്തോത്രം, വയസ്സനായിട്ട് അവിടെ കിടക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ പുറമെ എന്ത് സംഭവിക്കുന്നു എന്ന് രാജാവിന് അറിയുന്നില്ല. വെളിയെ என்ன நடக்கிறதுன்னு ராஜாவுக்கு தெரியல. அதனால நீ ராஜாவிடத்துல போய் இந்த காரியத்தை அறிவி, நானும் உன் பின்னாக வந்து ഞാനും നിന്റെ പുറകെ വന്ന് നിനക്ക് സപ്പോർട്ട് ചെയ്യാം, നിനക്ക് ഹല്ലേലൂയ സ്തോത്രം ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ് ദൈവം എന്ത് ചെയ്തു? ഹല്ലേലൂയ സ്തോത്രം പ്രവാചകൻ മുഖാന്തരം ദീർഘദർശി മൂലமாக பத்சேபுடைய இடத்துல இந்த காரியத்தை அறிகிறார். பத்சேபா ஹல்லேலூயா ஸ்தோத்திரம் தாவீதின் இடத்துல அறிகிறார். தாவீது ஹல்லேலூயா ஸ்தோத்திரம் அவர் சொல்கிறார். 35 முதல் 37 வரை வாசிங்க. அதன்பின்பு நகரிலும் வந்து என் சிங்காசனத்தில் வீற்றிருக்கும்படி அவனை கூட்டிக் கொண்டு வாருங்கள், அவனே என் ஸ்தானத்தில் ராஜாவாய் இருப்பான், அவன் இஸ்ரவேலின் மேலும் யூதாவின் மேலும் தலைவனாய் இருக்கும்படி அவனை ஏற்படுத்தினேன் என்றார். அப்பொழுது யோய்தாவின் குமாரன் பெனாயா ராஜாவுக்கு பிரதித்திரமாக, ஆமென், ராஜாவாகிய என் ஆண்டவருடைய தேவனாகிய கர்த்தரும் இப்படியே சொல்வாராக, கர்த்தர் ராஜாவாகிய என் ஆண்டவரோடு எப்படி இருந்தாரோ அப்படியே அவர் சாலமோனோடு இருந்து தாவீது ராஜாவாகிய என் ஆண்டவருடைய சிங்காசனத்தை பார்க்கிலும் அவருடைய சிங்காசனத்தை பெரிதாக்குவாராக என்றார். ஆமென். ஹல்லேலூயா ஸ்தோத்திரம். ஹல்லேலூயா ஸ்தோத்திரம். 1 ராஜாக்கள் 1:20-21 வாசிங்க. ராஜாவாகிய என் ஆண்டவனே, ராஜாவாகிய என் ஆண்டவருக்கு பிறகு அவருடைய சிங்காசனத்தின் மேல் வீற்றிருப்பவன் இன்னான் என்று தங்களுக்கு அறிவிக்க வேண்டும் என்று இஸ்ரவேல் அனைவரின் கண்களும் உம்மை நோக்கிக் கொண்டிருக்கிறது. ஓகே. அறியாமல் போனால் ராஜாவாகிய என் ஆண்டவன் தம்முடைய பிதாக்களோடு படுத்துக்கொண்ட பின்பு நானும் என் குமாரனாகிய சாலமோனும் குற்றவாளிகளாய் எண்ணப்படுவோம் என்றார். ആമേൻ. ഹല്ലേലൂയ. അദോനിയ രാജാവായെങ്കിൽ ദാവീദിന്റെ കാലം വരെ ബത്സേബയും ശലോമോനും ജീവിച്ചിരിക്കാം സന്തോഷത്തോടെ. ദാവീദിന്റെ കാലം കഴിഞ്ഞാൽ ബത്സേബയും ശലോമോനും കുറ്റവാളിയായി അരൺമനയിലെ പുറത്തു പോയി. ഹല്ലേലൂയ സ്തോത്രം. കൊട്ടാരത്തിൽ നിന്നും പുറത്താക്കപ്പെടും. കാരണം ബത്സേബ, ഹല്ലേലൂയ സ്തോത്രം, ഉരിയാവിൻ മனைவியாக இருந்தவளை தன் மனைவியாக்கி கொண்டாள். நேர்வழியில் என்ன செய்யல? திருமணமாக இல்லை. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഇതിന്റെ ഒരു ആത്മീക അർത്ഥം എന്ന് പറയുന്നത്, ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ ചില അനുഗ്രഹങ്ങളൊക്കെയും നമുക്കുള്ളതല്ല. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ കഴിവല്ല, നമ്മുടെ ബലമല്ല. ബത്സേബയുടെ കഴിവോ ശലോമോന്റെ കഴിവോ അവന്റെ ബലമോ അല്ലെങ്കിൽ തന്റെ അപ്പന്റെ അനുഗ്രഹമല്ല, ദൈവത്തിന്റെ അനുഗ്രഹമാണ് ശലോമോന് ലഭിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ ഈ അനുഗ്രഹം ലഭിക്കുവാൻ കുറച്ചു മുമ്പ് ഒരു തടസ്സം വരുന്നു. ആ തടസ്സത്തെ ദൈവം, ഹല്ലേലൂയ സ്തോത്രം, ശലോമോനോടും കൂടെ ബത്സേബയോടും കൂടെ തന്റെ ദാവീദിന് കൊടുത്ത വാഗ്ദത്തം പോലെ, ഹല്ലേലൂയ സ്തോത്രം,
ദൈവം അവിടെ പ്രവർത്തിച്ചത് കൊണ്ട് അവர்களோடு கூட போராடினதுனால நாத்தான் என்கிற தீர்க்கதரிசி வெளிப்பட்டான். நாத்தான் என்கிற தீர்க்கதரிசியின் ஆலோசனைக்கு ஹல்லேலூயா ஸ்தோத்திரம் செவிசாய்க்க பக்தியால் முடிந்தது. ஹல்லேலூயா ஸ்தோத்திரம். தெய்வம் നിങ്ങളോട് കൂടെ പോരാടുകை ഇല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം പല സമയത്ത് നിങ്ങൾ കുറ്റവാളികളായി തീരും. ഹല്ലേലൂയ സ്തോത്രം നിങ്ങൾ കുറ്റവാളികളായി തീരും. ഹല്ലേലൂയ സ്തോത്രം. അർഹിക്കാത്ത ചില അനുഗ്രഹങ്ങളിലേക്ക് നിങ്ങളെ ദൈവം നടത്തണമെങ്കിൽ ദൈവശബ്ദം കേൾക്കുവാൻ നിങ്ങൾ ദൈവത്തിന് ചെവിചായ്ക്കണം. ഹല്ലേലൂയ സ്തോത്രം. ദൈവം നിങ്ങളോട് പോരാടുമ്പോൾ, ദൈവം നിങ്ങളെ സ്ട്രൈവ് ചെയ്യുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അലസത കാണിക്കാതെ അതിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കുമ്പോൾ മാത്രമാണ് ഹല്ലേലൂയ സ്തോത്രം നാം അനുഗ്രഹം പ്രാപിപ്പാൻ കഴിയും. ഹല്ലേലൂയ സ്തോത്രം. ഇത്ര പേർക്ക് മനസ്സിലായി? ആ അനുഗ്രഹം പ്രാപിപ്പാൻ കഴിയും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. நீங்கள் குற்றவாளிகளாய் இல்லாமல் இருக்கையில் இன்றைக்கும் அவர் உங்களோடு கூட போராடி கொண்டிருக்கிறார். ஹல்லேலூயா ஸ்தோத்திரம். നിങ്ങളെ കുറ്റവാളി എന്ന് വിധിച്ച് തള്ളിക്കളയാതിരിപ്പാൻ ഇന്നും ദൈവം നിങ്ങളോട് കൂടെ പോരാടി കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇന്നും നിങ്ങളോട് കൂടെ போராடி கொண்டிருக்கிறது. ஹல்லேலூயா ஸ்தோத்திரம். நான் ஆரம்பத்துல சொன்னேன், ஆராதனையின் ஆரம்பத்துல ஒருவேளை ஹல்லேலூயா ஸ்தோத்திரம் கர்த்தர் உங்களோடு கூட பேசலாம். ஹல்லேலூயா ஸ்தோத்திரம். ஹல்லேலூயா ஸ்தோத்திரம். நீங்கள் வீடுகளிலே ஜெபிக்கிற ஒரு நேரம் இருந்தால் அந்த ஜெப நேரத்திலே ஆண்டவர் உங்களோடு கூட பேசலாம். அன்றைக்கு நீங்கள் ஜெபிக்காமல் போனால், അന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ, അന്ന് നിങ്ങൾ അലസത കാണിച്ചാൽ ദൈവം എപ്പോഴാണ് ഹല്ലേലൂയ സ്തോത്രം പ്രവർത്തിക്കുന്നത്? ദൈവം എപ്പോഴാണ് ആ ക്രിയ ഹല്ലേലൂയ സ്തോത്രം നിങ്ങളുടെ ജീവിതത്തിൽ, ആ ഒരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴാണ് തരുന്നത്? ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ദൈവത്തിന് കൊടുക്കേണ്ട സമയം, അത് ആരാധനയായാലും ശരി, പ്രാർത്ഥനയായാലും ശരി, ദൈവവചനമായാലും ശരി, അതിന് ഒരു മാറ്റവുമില്ല. ദൈവത്തിന് കൊടുക്കേണ്ട സമയം നാം ദൈവത്തിന് കൊടുത്തേ മതിയായുള്ളൂ. ദൈവം ഹല്ലേലൂയ സ്തോത്രം നമ്മളോട് കൂടെ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ സമയം അതിനതിൻ കാലത്തിൽ என் தேவனாகிய கர்த்தர் சகலத்தையும் நேர்த்தியாய் செய்கிறவர். ஹல்லேலூயா. ரெண்டாவது, இணைந்து செயல்பட விரும்புகிறார். ஹல்லேலூயா ஸ்தோத்திரம். நீங்க அனுமதிச்சா, ஹல்லேலூயா ஸ்தோத்திரம், நீங்க அனுமதிச்சா, if you permit, ഹല്ലേലൂയ സ്തോത്രം, ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ദൈവം ഒരുങ്ങുകയാണ്. ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ദൈവം താല്പര്യപ്പെടുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. பிலிப்பு என்கிற ஹல்லேலூயா ஸ்தோத்திரம் மேஷமேல் சுசுரூஷ செய்த பந்தி விசாரிப்புக்காரனாக தெரிந்து கொள்ளப்பட்ட 7 பேரில் ஒருவன் பிலிப்பு. ஹல்லேலூயா ஸ்தோத்திரம் சமாரியா என்கிற பட்டணத்துல, சமாரிய பட்டணத்தில் ஹல்லேலூயா ஸ்தோத்திரம் ஒரு ரிவைவல், ஹல்லேலூயா ஸ்தோத்திரம் பத்ரோസും യോഹന്നാനും എല്ലാം ചേർന്ന് ഹല്ലേലൂയ സ്തോത്രം ഒരു റിവൈവൽ നടത്തി കൊണ്ടിരിക്കുന്ന സമയത്താണ് ഹല്ലേലൂയ സ്തോത്രം അതിന്റെ അവസാനത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഒരു വിളി വരുന്നു. ഹല്ലേലൂയ സ്തോത്രം, പിലിപ്പോസേ നീ ഗാസ പട്ടണത്തിற்கு நேராக உள்ள ஹல்லேலூயா ஸ்தோத்திரம் நிர்ஜன பிரதேசமாகிய வனாந்தர மார்க்கமாய் போ. அங்கே எத்தியோப்பியனாகிய ஒரு மனுஷன் ஹல்லேலூயா ஸ்தோத்திரம் ஒரு ராஜாத்திக்கு ஹல்லேலூயா ஸ்தோத்திரம் வேலைக்காரனும் பொக்கிஷக்காரனுமாகிய ஒரு மந்திரி ஹல்லேலூயா ஸ்தோத்திரம் இதா காசா பட்டணத்திற்கு நேராக கடந்து போகிறார். ഹല്ലേലൂയ സ്തോത്രം. ഗാസയിലേക്ക് പോകുന്ന ആ നിർജ്ജന പ്രദേശത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഒരു രഥത്തിൽ ഹല്ലേലൂയ സ്തോത്രം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. യു ഗോ. ഹല്ലേലൂയ സ്തോത്രം. യു ഗോ. ഹല്ലേലൂയ സ്തോത്രം. അപ്പോസ്തലർ നടപടികൾ 8-ാം അധികാരത്തിൽ அதை നാം பார்க்க முடியும். ഹല്ലേലൂയ സ്തോത്രം. ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽ 8. ഹല്ലേലൂയ സ്തോത്രം. ദൈവം പറയുന്നു, ദൈവാത്മാവ് സംസാരിക്കുന്നു, ദൂതൻ പറയുന്നു, ഹല്ലേലൂയ സ്തോത്രം, നീ എന്തേ പോ, നീ എന്തേ போ. ஹல்லேலூயா ஸ்தோத்திரம். நான் ஹல்லேலூயா ஸ்தோத்திரம் ஆராய்ந்து பார்த்ததுல ஹல்லேலூயா ஸ்தோத்திரம் இவர்கள் இருந்த இடத்திலிருந்து ஹல்லேலூயா ஸ்தோத்திரம் இந்த காசா பட்டணத்திലേക്ക് போவதற்கு 100-110 கிலோமீட்டர் தூரம் இருக்கிறது. ஹல்லேலூயா ஸ்தோத்திரம். 100-110 கிலோமீட்டர் தூரம் இருக்கிறது. இந்த பிலிப்பு என்கிற ஹல்லேலூயா ஸ்தோத்திரம் சாதாரண ஒரு சீஷன். ஹல்லேலூயா ஸ்தோத்திரம். அப்போஸ்தலர்கள் அல்லாத சாதாரண ஒரு சீஷன் எப்படி 110 கிலோமீட்டர் தூரத்தை உடனடியாக கடக்க முடியும்? ஹல்லேலூயா ஸ்தோத்திரம். அவன் எப்படி போய் கொண்டிருக்கிறான்? அவன் എങ്ങനെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? രഥത്തിലാണ്. ഹല്ലേലൂയ സ്തോത്രം. പല കുതിരകൾ, രഥം എന്ന് പറയുമ്പോൾ ഒരു 8 കുതിരയെങ്കിലും പൂട്ടപ്പെട്ട രഥത്തിലെ 8 കുതിരയെങ്കിലും ഹല്ലേലൂയ സ്തോത്രം ചേർത്ത് ഇണച്ചിരിക്കുന്ന ഒരു രഥത്തിലെ ഹല്ലേലൂയ സ്തോത്രം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരു രഥത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്ത് ഹല്ലേലൂയ സ്തോത്രം 110 കിലോമീറ്റർ അകലെയുള്ള ഹല്ലേലൂയ സ്തോത്രം അവന്റെ അടുത്ത് പിലിപ്പ് എങ്ങനെ പോയി ചേർന്നു? ഹല്ലേലൂയ സ്തോത്രം. പിലിപ്പ് எப்படி போய் சேர்ந்தார்? ஹல்லேலூயா ஸ்தோத்திரம். 8-ஆம் அதிகாரம் ஹல்லேலூயா ஸ்தோத்திரம் அதனுடைய 20 ஹல்லேலூயா ஸ்தோத்திரம் 29-30 வசனத்தை வாசிங்க. ആവിയാനവർ പോയി, ഓ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ പോയി ആ രഥത്തോടു കൂടെ ചേർന്ന് കൊള്ളുക சொன்னான். அப்பொழுது பிலிப்பு ஓடி போய் சேர்ந்தார். ஹல்லேலூயா ஸ்தோத்திரம். அப்பொழுது பிலிப்பு ஓடி போய் சேர்ந்தார். எப்படி சேர முடியும்? ഹല്ലേലൂയ സ്തോത്രം. എങ്ങനെ ഇത് പോയി ചേരുവാൻ കഴിഞ്ഞു? ഹല്ലേലൂയ സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ സഹായം ഇല്ലാതെ ദൈവം അവനെ ഹല്ലേലൂയ സ്തോത്രം കാറ്റിൽ എടുത്തുകൊണ്ട് പോയതുപോലെ, ഹല്ലേലൂയ സ്തോത്രം, ദൈവം അവനെ കാറ്റിൽ എടുത്തുകൊണ്ട് പോയതുപോലെ
പോയത് കൊണ്ടാണ് അവനോട് ചേരുവാൻ കഴിഞ്ഞത്. ഹല്ലേലൂയ സ്തോത്രം. നാമും ഹല്ലേലൂയ സ്തോത്രം മിനിസ്ട്രിയിൽ മാത്രമല്ല, ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ജോലി മേഖലകളിൽ, നമ്മുടെ തൊഴിലില്, നമ്മുടെ ബിസിനസ് കാര്യത്തില്, നമ്മുടെ കുടുംബത്തില് ചില ഇടങ്ങളിൽ നെരുങ്ങി அப்படியே നമ്മുടെ കാര്യത്തെ ചെയ്തു കൊണ്ടിരിக்கிறோம். நீ want ഹല്ലേലൂയ സ്തോത്രം உங்களுக்கு ഹല്ലേലൂയ സ്തോത്രം അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ഹല്ലേലൂയ സ്തോത്രം ഒരു എൻലാർജ്മെന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ മാത്രമേ ഹല്ലേലൂയ സ്തോത്രം നിങ്ങൾക്ക് ഹല്ലേലൂയ സ്തോത്രം ഇതുപോലെ ദൂരത്തിലേക്ക് ഹല്ലേലൂയ സ്തോത്രം ഉയരങ്ങളിലേക്ക് എത്തുവാൻ കഴിയും. ഹല്ലേലൂയ സ്തോത്രം. ആര് വേണം? പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? പരിശുദ്ധ ആവിയാനവருடைய ഒരു സഹായമില്ലാതെ, தேவனுடைய ஒரு துணை இல்லாம, அவர் நம்முடைய வாழ்க்கையில் இணைந்து செயல்படாம நம்ம என்ன செய்ய முடியாது? சில இடங்களுக்கு சென்றடைய முடியாது. we cannot ஹல்லேலூயா ஸ்தோத்திரம். நம்மளால என்ன செய்ய முடியாது? போய் എത്തുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. എത്തുവാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിന്റെ സഹായം, അവന്റെ ഹല്ലേലൂയ സ്തോത്രം துணை, அவருடைய ஹல்லேலூயா ஸ்தோத்திரம் கூட இணைந்து செயல்படுகிற அந்த செயல்பாடு இருந்தா மட்டும் தான் என்ன செய்ய முடியுமா? എത്തേണ്ട ഇടത്ത്, എത്തിക്കേണ്ട ഇടത്ത് ദൈവം നമ്മളെ എന്ത് ചെയ്യും? എത്തിക്കും. ഹല്ലേലൂയ സ്തോത്രം. എത്തിക്കേണ്ട ഉയരങ്ങളിലേക്ക് ദൈവം എത്തിക്കും. ഹല്ലേലൂയ സ്തോത്രം. திரும்பி பார்த்து பாருங்க. ஹல்லேலூயா ஸ்தோத்திரம். நீங்க படிச்ச படிப்புக்கு ஹல்லேலூயா ஸ்தோத்திரம் இந்த வேலை உங்களுக்கு ஹல்லேலூயா ஸ்தோத்திரம் ഈ ദേശം, ഈ കമ്പനി, ഈ ഹോസ്പിറ്റൽ ഹല്ലേലൂയ സ്തോത്രം ഇതൊക്കെ നിങ്ങൾ പഠിച്ച പഠിത്തത്തിന് ആണ് ലഭിച്ചതെന്ന് എത്ര പേർ പറയാൻ കഴിയും? ഹല്ലേലൂയ സ്തോത്രം. ഇല്ല. ഹല്ലേലൂയ സ്തോത്രം. ഇല്ല. എന്നെക്കാട്ടിലും പഠിത്തമുള്ളവരെല്ലാം ഹല്ലേലൂയ സ്തോത്രം നാട്ടിൽ 10ഉം 15നും ജോലിക്ക് ചെയ്യുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ദൈവം എന്നെ ഈ ദേശത്ത് കൊണ്ടുവന്ന് ലക്ഷങ്ങൾ കയ്യിൽ എണ്ണി മേടിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ സ്തോത്രം എന്നെ ഹല്ലേലൂയ നിർത്തി. ഹല്ലേലൂയ സ്തോത്രം. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഹല്ലേലൂയ സ്തോത്രം എന്നെക്കാട്ടിലും ഹല്ലേലൂയ സ്തോത്രം ഞാനൊന്നും പഠിച്ചിട്ടില്ല, ഞാൻ ഈ ദേശത്തായിരിക്കും. എന്നെക്കാട്ടിലും എത്രയോ പഠിച്ചവർ ഇതുവരെ ഫ്ലൈറ്റ് പോലും കയറിയിട്ടില്ല. ഹല്ലേലൂയ സ്തോത്രം. ഇത്രയും ദൈവം നമ്മെ അനുഗ്രഹിച്ചു വെച്ചിരിക്കുന്നത് ദൈവം നമ്മളോട് കൂടെ ഒന്നെങ്കിൽ നമ്മുടെ പ്രാർത്ഥന, അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാരുടെ പ്രാർത്ഥന, അല്ലെങ്കിൽ നമ്മുടെ സഭയിലെ ഹല്ലേലൂയ സ്തോത്രം പാസ്റ്ററിന്റെ പ്രാർത്ഥന. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ഇന്നും പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം പാസ്റ്റർ, ഇന്നും പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ഞങ്ങളുടെ ദൈവസഭ ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അപ്പോ ഹല്ലേലൂയ സ്തോത്രം ഇവരുടെയൊക്കെ പ്രാർത്ഥനയുടെ മധ്യേ ദൈവം നമ്മളോടുകൂടെ ചേർന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് നാം ഇത്രയും നിലയിലെത്തിയത്. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ സ്തോത്രം. എത്ര പേർക്ക് പുരിന്തത്? ഹല്ലേലൂയ സ്തോത്രം. ഇത്രയും ദൂരം കൊണ്ടുവരുവാൻ ഹല്ലേലൂയ സ്തോത്രം ഫിലിപ്പോസിനെ കൊണ്ടുവന്നതുപോലെ, കാറ്റിൽ എടുത്തുകൊണ്ട് വന്നതുപോലെ നമ്മെ കാറ്റിൽ എടുത്തുകൊണ്ട് വന്നു. ഹല്ലേലൂയ സ്തോത്രം. ചില ദേശങ്ങളിലെല്ലാം ഞാൻ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഞാൻ പോലും അറിയാതെ ഹല്ലേലൂയ സ്തോത്രം എന്റെ ദൈവം എന്നെ കൊണ്ടുവന്നു. ഹല്ലേലൂയ സ്തോത്രം എന്നെ കൊണ്ടുവന്നു. അങ്ങനെയുള്ളവർ, അങ്ങനെ സാക്ഷ്യമുള്ളവർ ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത് കടൈശിയാക ഹല്ലേലൂയ സ്തോത്രം. പോരാടുന്നവരുടെ ജീവിതത്തിൽ വരുന്ന നാശത്തിൽ നിന്നും അവരെ ദൈവം വിടുവിക്കും. ഹല്ലേലൂയ സ്തോത്രം. വിടുവിക്കും, വിടുവിക്കും, വിടുവിക്കും. ഹല്ലേലൂയ സ്തോത്രം. അബ്രഹാമുடைய സഹോദരനാണ് ലോത്ത്. ഹല്ലേലൂയ സ്തോത്രം. ലോത്ത് സോദോം ഗൊമോറ എன்கிற പട്ടണത്തെ അഴിപ്പதற்காக ദൈവം എന്ത് ചെയ്തു? ഡിസൈഡ് ചെയ്തു. ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം ദൈവം അബ്രഹാം നിമിത്തം ലോത്തിനോട് എന്ത് ചെയ്തു? സ്ട്രൈവ് ചെയ്തു. പെട്ടെന്ന് ഇറങ്ങ്, പെട്ടെന്ന് ഇറങ്ങ്, പെട്ടെന്ന് ഇറങ്ങ് എന്ന് ഹല്ലേലൂയ സ്തോത്രം സ്ട്രൈവ് ചെയ്തതായിട്ട് നമുക്ക് ഇവിടെ വേദപുസ്തകത്തിൽ കാണാം. ഞാൻ അതൊന്നും എടുക്കുന്നില്ല, ടൈം പോയി. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. ദൈവം 18ാം അധ്യായത്തിൽ ലോത്തിനോട് സ്ട്രൈവ് ചെയ്തതിന് മുമ്പ് അബ്രഹാം ആരോട് സ്ട്രൈവ് ചെയ്തു? ദൈവത്തോട് സ്ട്രൈവ് ചെയ്തു. ഹല്ലേലൂയ സ്തോത്രം. എല്ലാരും പോയതിനു ശേഷവും അബ്രഹാം അവിടെ നിന്നിട്ട് പറഞ്ഞു, ദൈവമേ 50 നീതിമാൻ 40 നീതിമാൻ ഉണ്ടെങ്കിൽ 30 10 നീതിമാൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യരുത്? നശിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് ദൈവത്തോടു കൂടെ സ്ട്രൈവ് ചെയ്യുന്ന ഒരു അബ്രഹാം ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തോടു കൂടെ സ്ട്രൈവ് ചെയ്യുന്ന, അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, നമുക്ക് വേണ്ടി ദൈവത്തോടു കൂടെ സ്ട്രൈവ് ചെയ്ത പലരുമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. സഭയിലെ പാസ്റ്റേഴ്സ്, ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ പാരന്റ്സ്, ഹല്ലേലൂയ സ്തോത്രം. വിശ്വാസികൾ, കൂട്ടു സഹോദരങ്ങൾ, ഒരുപാട് പേര് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? സ്ട്രൈവ് ചെയ്തു. അതുകൊണ്ട് ദൈവം നമ്മളോട് പലയിടത്തും ദൈവം നമ്മളോട് സ്ട്രൈവ് ചെയ്ത് നമ്മളെ എങ്ങനെയെങ്കിലും നാശത്തിൽ നിന്ന് വലിച്ചെടുക്കാൻ തക്കവണ്ണം ദൈവം ഹല്ലേലൂയ സ്തോത്രം ഇന്ന് നമ്മളോട് കൂടെ സംസാരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നല്ലവർ. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ പോരാടുന്നവരുടെ ജീവിതത്തിൽ ചില നാശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും ആ കുളിയിൽ നിന്ന് നമ്മളെ മാത്രം എന്ത് ചെയ്യും? വലിച്ചെടുക്കും. നമ്മളെ മാത്രം എന്ത് ചെയ്യും? വലിച്ചെടുക്കും. ഹല്ലേലൂയ സ്തോത്രം. അബ്രഹാം മുഖാന്തരം ലോത്ത്
വലിച്ചെടുക്കപ്പെട്ടു. ഹല്ലേലൂയ സ്തോത്രം. വലിച്ച് എടുക്കപ്പെട്ടു. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ മുഖാന്തരം ഇതുവരെയും വെളിച്ചം കാണാത്ത ഇരുളിലിരിക്കുന്ന ജനങ്ങൾ എന്ത് ചെയ്യണം? വലിച്ചെടുക്കപ്പെടണം, വലിച്ച് എടുക്കപ്പെടണം. ഹല്ലേലൂയ സ്തോത്രം. ഈ പട്ടണത്തിൽ, നമ്മുടെ വീടുകളിന്റെ തൊട്ടടുത്ത്, നമ്മുടെ കമ്പനികൾ വെളിച്ചം കാണാത്ത ഇരുളിലായിരിക്കുന്ന അനേകർ എന്ത് ചെയ്യണം? നാം കാരണം അബ്രഹാം പോലെ ഇടിവിൽ നിന്ന് തിറപ്പിൻ വാസലിൽ നിന്ന് ജപിക്കത്തക്കവണ്ണം കർത്തർ നമുക്ക് ബലനെ കൊടുക്കണം. ഹല്ലേലൂയ സ്തോത്രം. കർത്തർ പെരിയവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. അപ്പം ഹല്ലേലൂയ സ്തോത്രം. ഒരു കാര്യം മാത്രം, ദൈവം നമ്മുടെ കാര്യത്തിൽ ഇടപെട്ടില്ലെങ്കിൽ, ദൈവം നമ്മളെ കൈവിട്ടാൽ, ദൈവം നമ്മുടെ കാര്യത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഇനി നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി എന്ന് പറയുവാൻ ഇടയായെങ്കിൽ എന്തായി തീരുമെന്ന് കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. 1 ശമൂവേൽ 28:6. 1 ശമൂവേൽ 28:6. സൗൽ കർത്തരിടത്തിൽ വിസാരിക്കുമ്പോൾ കർത്തർ അവനുക്ക് சொப்பனங்களிலாவது ஊரிமிலாவது தீர்க்க தரிசனங்களிலாவது மறு உத்தரவு அருளவில்லை. இதுக்குடைய பாஸ்ட் சென்ஸ் என்னது? கர்த்தர் சவுல் கர்த்தரிடத்தில் விசாரிக்கும் போது சில வேளைகளில் சொப்பனங்களில் அவர் என்ன செஞ்சாரு? பதில் கொடுத்தார். ஹல்லேலூயா ஸ்தோத்திரம். சில வேளைகளில் ஊரிமில் ஹல்லேலூயா ஸ்தோத்திரம் பதில் கொடுத்தார். சில வேளைகளில் பிரவாச்சகன் முகாந்திரம் பதில் கொடுத்தார். இப்போ കർത്തരുടെ ആവി ശൗലോട് കൂടെ പോരാടുവதை നിർത്തി കൊണ്ട പൊഴുത് ദൈവത്തിന്റെ ആത്മാവ് ശൗലോട് കൂടെ പോരാടുന്നത് സ്ട്രൈവ് ചെയ്തത് നിർത്തപ്പെട്ടപ്പോൾ അവൻ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ അടുത്ത് ഹല്ലേലൂയ സ്തോത്രം ആലോചന ചോദിക്കുന്നു. കർത്തരുടെ അവൻ വിസാരിക്കുമ്പോൾ കർത്തർ അവനക്ക് സ്വപ്നങ്ങളിലും ഹല്ലേലൂയ സ്തോത്രം ഊരീമിലും ഹല്ലേലൂയ സ്തോത്രം ദീർഘദரிசிகள் മുഖാന്തരமும் ஒன்றுமே என்ன செய்யல? பதில் கொடுக்கல. ஹல்லேலூய ஸ்தோத்திரம். பதில் கொடுக்கல அப்படின்னா என்னது? കൈവിടിഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. ദൈവം എന്ത് ചെയ്തു? കൈവിട്ടു. അവന്റെ ഹല്ലേലൂയ സ്തോത്രം അവസാനമൊക്കെ നമുക്ക് നന്നായി അറിയാം. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് ഹല്ലേലൂയ സ്തോത്രം ദൈവ സാന്നിധ്യത്തിൽ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ മുമ്പായി ഹല്ലേലൂയ സ്തോത്രം ഒന്ന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? കണ്ണുകളടച്ച് കർത്താവേ സ്തോത്രം അപ്പ, ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് ഇത് എന്നോടാണ് സംസാരിച്ചത് എന്ന് ഹൃദയത്തിന്റെ ആഴത്തിൽ ഹല്ലേലൂയ സ്തോത്രം നെഞ്ചിൽ കൈ വെച്ചിട്ട് പറ, കർത്താവേ ഇത് ഇന്ന് എന്നോടാണ് സംസാരിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. ഇതുവരെ എന്റെ കൂടെ ഹല്ലേലൂയ സ്തോത്രം കർത്താവ് സ്ട്രൈവ് ചെയ്തിട്ടുണ്ട്, പരിശ്രമിച്ചിട്ടുണ്ട്, முயற்சி பண்ணிருக்கீங்கப்பா, இன்னமும் பண்ணிக்கொண்டிருக்கிறீங்கப்பா. என்னை நீர் அன்பு கூர்ந்ததற்காக நன்றி செலுத்துகிறேன்ப்பா. ഹല്ലേലൂയ സ്തോത്രം. എന്നോട് കൂടെ ഹല്ലേലൂയ സ്തോത്രം ഇത്രയേറെ സ്നേഹം എനിക്ക് തന്നതിന് ഹല്ലേലൂയ സ്തോത്രം കർത്താവേ നന്ദി പറയുന്നപ്പാ. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. Repeated disobedience will lead to the absence of God's presence ഹല്ലേലൂയ സ്തോത്രം in our life. ഹല്ലേലൂയ സ്തോത്രം. Repeated disobedience ഹല്ലേലൂയ സ്തോത്രം. தொடர்ந்துள்ள ஹல்லேலூயா ஸ்தோத்திரம் கீழ்ப்படியாமை, தொடர்ந்துள்ள ஹல்லேலூயா ஸ்தோத்திரம் ஒழுக்க சீர்கேடு ஹல்லேலூயா ஸ்தோத்திரம் repeated disobedience, repeated disorders ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം സൈലന്റ് ആയി തീരുവാൻ, ആബ്സെൻസ് ആയി തീരുവാൻ, தேவனுடைய பிரசன்னத்தை உணராமல் போக அது லீட் பண்ணும் என்று தேவ வசனம் இன்றைக்கு தெளிவாய் நம்மோடு கூட பேசி இருக்கிறது. ഇന്ന് ഹല്ലേലൂയ സ്തോത്രം വാസ്തവമായി നമ്മോട് കൂടെ ഈ വാക്യങ്ങൾ കൊണ്ട് എന്റെ ദൈവം ഹല്ലേലൂയ സ്തോത്രം റിപ്പീറ്റഡ് ആയിട്ട് ഈ തെറ്റിൽ തന്നെ നമ്മൾ തുടരുകയാണെങ്കിൽ ദൈവം നിങ്ങളെ ശൗലിനെ കൈവിട്ടതുപോലെ കൈവിടും എന്ന് ഒരു സന്ദേശം കൈമാറുമ്പോൾ മറിച്ച് ഹല്ലേലൂയ സ്തോത്രം ഇന്നും ഹല്ലേലൂയ സ്തോത്രം നിങ്ങളോട് കൂടെ പോരാടുന്ന ഒരു ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ തന്നിട്ടുണ്ട്. ഒന്ന് മടങ്ങി വരുവാൻ തയ്യാറാണോ? ഹല്ലേലൂയ സ്തോത്രം. சொல்லுங்க, அப்பா என் கூடவே இருங்கப்பா. ஹல்லேலூயா ஸ்தோத்திரம். என்னை எப்பொழுதும் தொந்தரவு பண்ணிக்கொண்டே இருங்கப்பா. ஹல்லேலூயா ஸ்தோத்திரம். Don't stop try. ഹല്ലേലൂയ സ്തോത്രം. എന്റെ കൂടെ പോരാടുന്നത് നിർത്തണ്ട. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. എനിക്ക് ചില ഹല്ലേലൂയ സ്തോത്രം അനുഗ്രഹങ്ങൾ ഹല്ലേലൂയ സ്തോത്രം പ്രാപിപ്പാനുണ്ട്. തക്ക സമയത്ത് എന്നെ ഉണർത്തണമേ, തക്ക സമയത്ത് എന്നെ തട്ടി ഉണർത്തണമേ. എനിക്ക് ചില ഉന്നതങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ഹല്ലേലൂയ സ്തോത്രം ഞാൻ ആഗ്രഹമുണ്ട്. ഞാൻ ഈ ഇരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം സാഹചര്യമല്ല, இந்த இருக்கிற சூழ்நிலையிலிருந்து என்னை ஆண்டவரே ஸ்தோத்திரம் அப்பா. ஹல்லேலூயா. இன்னும் அதிகமான ஹல்லேலூயா ஸ்தோத்திரம் ஒரு விசாலத்திற்கு கொண்டு போகணும். என்னால ஒற்றைக்கு தனியாக ஓட முடியாதப்பா. எனக்கு தனியாக ஓட முடியாதப்பா. என்னோடு கூட இணைந்து செயல்படுங்கப்பா. ഒരുമിച്ച് ഒരു പ്രവർത്തനം കർത്താവേ സ്തോത്രം എന്റെ ജീവിതത്തിൽ ഒന്ന് ഒരുമിക്കണമേ. ഹല്ലേലൂയ സ്തോത്രം.
ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. പല നാശത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഞങ്ങളുടെ ചുറ്റിലും പല നാശങ്ങളുണ്ട്. ആ നാശത്തിലേക്ക് വീഴുന്നതിന് മുമ്പ് കർത്താവേ സ്തോത്രം ലോത്തിനെയും കുടുംബത്തെയും ഒന്ന് വലിച്ചെടുത്തതുപോലെ എന്റെ കർത്താവേ സ്തോത്രം ആ നാശത്തിൽ നിന്ന് ഞങ്ങളെ വലിച്ചെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ കൂടവേ ഇരും ഓ യേശുവേ, நீர் இல்லாமல் நான் வாழ முடியாது. என் பக்கத்திலே இரும் ஓ இயேசுவே, நீர் இல்லாமல் நான் வாழ முடியாது. என் கூடவே இரும் ஓ இயேசுவே, நீர் இல்லாமல் நான் வாழ முடியாது. என் பக்கத்திலே இரும் ஓ இயேசுவே, நீர் இல்லாமல் நான் வாழ முடியாது. அப்பா உம்முடைய பிரசன்னம் இல்லாம நான் வாழ முடியாது, உம்முடைய போராட்டம் இல்லாம நான் வாழ முடியாது. எத்தனை பேர் சொல்றீங்க? கரங்களை தூக்குங்க பாப்பா. ஹல்லேலூயா ஸ்தோத்திரப்பா. உம்முடைய ஆளுகை இல்லாம என்னால வாழவே முடியாதப்பா, உம்முடைய பிரசன்னம் இல்லாம என்னால வாழவே முடியாதப்பா. இயேசுவே ஸ்தோத்திரப்பா. ஹல்லேலூயா.